രാവിലെ എഴുന്നേറ്റ് വാഴത്തോട്ടത്തിൽ വന്നപ്പോൾ വാഴത്തണ്ട് ഉണ്ട്, വാഴപ്പൂവുണ്ട്, അതുപോലെ തന്നെ വാഴക്കൊലയുണ്ട്, എല്ലാം സെറ്റ് ആയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി ആന വന്നിട്ട് നശിപ്പിച്ച സംഭവങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം 100-100ഓളം വാഴകൾ ഇവിടെ മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങൾ നിങ്ങളെ ആദ്യമായിട്ടല്ല ഞാൻ കാണിക്കുന്നത്, എങ്കിൽ പോലും ഓരോ ദിവസവും ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇവിടുത്തെ കർഷകർക്ക് ഉണ്ടാവുന്നത്. മുണ്ടൂർ പുളിയമ്പുള്ളിയിലാണ് ഇന്നലെ രാത്രി ആന കയറി 100-100ഓളം വാഴകൾ നശിപ്പിച്ചത്. ഓരോ കർഷകരുടെ അധ്വാനവും ഒരു രാത്രി കൊണ്ടാണ് ഇല്ലാതാവുന്നത്. ഒരു വാഴക്കുലയ്ക്ക് കുറഞ്ഞത് 300 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 100 വാഴയ്ക്കും 30,000 രൂപയുടെ നഷ്ടമാണ് ഒരു രാത്രി കൊണ്ടുണ്ടാകുന്നത്. ഇന്നലെ രാത്രി ആന വന്നതുകൊണ്ട് ഇന്നും എന്തായാലും ആന വരും. കർഷകർ രാത്രി ഉറങ്ങാതെ കാവലിരിക്കണം, എന്നിട്ട് വേണം ആനയെ ഓടിക്കാൻ. ഞാൻ എന്തായാലും എന്റെ പറമ്പിൽ ഒരു ഏറുമാടം കെട്ടി അതിലിരുന്ന് രാത്രി ഇറങ്ങി വരുന്ന കാട്ടുമൃഗങ്ങൾ വ്ലോഗിലൂടെ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഫോളോ ചെയ്തിട്ട് ഒന്ന് കമന്റ് ഇട്ടാൽ മതി. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കർഷകർക്ക് തക്കതായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുക തന്നെ ചെയ്യണം. ഇന്ന് പുളിയമ്പുള്ളി വീട്ടിലെ അച്ചാച്ചന്റെയും അമ്മയുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പാച്ചുവട്ടം കുറച്ച് പൂവൊക്കെ പറിച്ച് പോക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ പോയിട്ട് ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്തു. കൂട്ടുകാരന്റെ അപ്പനും അമ്മയും ആണെങ്കിൽ പോലും എന്റെ സ്വന്തം അപ്പനും അമ്മയെ പോലെ തന്നെയാണ്. മിക്കവാറും ദിവസങ്ങളിലും ഞാൻ അവിടെ തന്നെ ആയിരിക്കും. രണ്ടുപേരുടെ പിറന്നാളും 5 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ്. അപ്പൊ രണ്ടുപേരുടെ പിറന്നാളും കൂടെ ഇട ദിവസത്തിൽ നമ്മൾ അങ്ങോട്ട് ആഘോഷിച്ചു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.